വന്ദേ മാതരം ആദ്യാവസാനം പാടണമെന്നുള്ളത് ഈ രാജ്യത്തിന്റെ നിയമമാണ്. ആ നിയമം അതേപടി പാലിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാവുകയാണ് വേണ്ടത്. അല്ലാതെ പാണക്കാട്ടെ തമ്പുരാന്റെ അനുഗ്രഹം വാങ്ങിയിട്ട് അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഈ സ്ഥാനം രാജിവെച്ച് പാണക്കാട്ടന്റെ അടിമപ്പണി ചെയ്യുന്നതായിരിക്കും വി.ഡി. സതീശന് നല്ലത് എന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക. നാളെ രാജ്യത്ത് 80ാമത് സ്വാതന്ത്ര്യ ദിനമാണ്. ആ സ്വാതന്ത്ര്യ ദിനത്തിൽ വന്ദേ മാതരം പാടണോ എന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന വി.ഡി. സതീശന് ഇപ്പോഴും ഒരു നിശ്ചയം വന്നിട്ടില്ല. ബഹുമാന്യനായിട്ടുള്ള വി.ഡി. സതീശനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കേരളം ഭരിക്കുന്നത് പാണക്കാട്ട് തങ്ങളല്ല. ബഹുമാനപ്പെട്ട വി.ഡി. സതീശനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കേരളത്തിൽ നിലനിൽക്കുന്ന നിയമം ശരീഅത്ത് നിയമവുമല്ല. അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഡോക്ടർ ബി.ആർ. അംബേദ്കർ തയ്യാറാക്കിയ ഇന്ത്യയുടെ ഭരണഘടനയാണ് ഈ കേരളത്തിലുള്ളത്. ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം ഈ രാജ്യത്തിന്റെ രാഷ്ട്രഗീതമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വന്ദേ മാതരം ആദ്യാവസാനം പാടണമെന്നുള്ളത് ഈ രാജ്യത്തിന്റെ നിയമമാണ്. ആ നിയമം അതേപടി പാലിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാവുകയാണ് വേണ്ടത്. അല്ലാതെ പാണക്കാട്ടെ തമ്പുരാന്റെ അനുഗ്രഹം വാങ്ങിയിട്ട് അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഈ സ്ഥാനം രാജിവെച്ച് പാണക്കാട്ടന്റെ അടിമപ്പണി ചെയ്യുന്നതായിരിക്കും വി.ഡി. സതീശന് നല്ലത് എന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഇപ്പോൾ നമ്മൾ പാണക്കാട്ട് തങ്ങളുടെ കുടുംബം വലിയ മതേതര കുടുംബം എന്നൊക്കെയാണ് നമ്മൾ ഇതുവരെ കേട്ടുകഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന ഒരു മുസ്ലിം ലീഗിന്റെ ഒരു ഭരണകൂടം കേരളത്തിൽ വന്നതിന് ശേഷം, അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനസംഖ്യ അനുപാതത്തിൽ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങിയതിനു ശേഷം പാണക്കാട്ട് തങ്ങളന്മാരുടെ കുടുംബത്തിന്റെ മതേതര മുഖത്തിന് ചില മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കേരളം മനസ്സിലാക്കണമെന്ന് ബി.ജെ.പി. ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് വന്ദേ മാതരത്തെ എതിർക്കുന്നത്. അതോടൊപ്പം തന്നെ സവർക്കറെ അപമാനിക്കാൻ ശ്രമിക്കുന്നത്, സവർക്കറുടെ പേരിൽ ഒരു ചോദ്യം തയ്യാറാക്കിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്, അത്തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നത് ഇവിടുത്തെ പാണക്കാട് തങ്ങൾ കുടുംബത്തിന് ഈ പുതിയ അധികാരം കിട്ടിയപ്പോഴും ഇവിടുത്തെ ജനസംഖ്യാനുപാതത്തിൽ വന്ന മാറ്റവും കണ്ട് എന്തൊക്കെയോ ഈ കേരളത്തിൽ സാധിച്ചു കളയാമെന്നുള്ള വ്യാമോഹത്തിൽ നിന്നാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഇത് കേരളത്തിന്റെ മതേതര മനസ്സ് ഈ വർഗീയ സർക്കാരിനെയും ഈ വർഗീയ പിന്തിരിപ്പൻ രാജ്യവിരുദ്ധ സമീപനങ്ങളെയും തള്ളിക്കളയുമെന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അഴിമതിയുമായിട്ട് യാതൊരു സന്ധിയുമില്ലാത്തൊരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുപോലെ തന്നെ രാജ്യദ്രോഹികളോടും ഒരു സന്ധിയുമില്ലാത്ത പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അഴിമതിയുമായും രാജ്യദ്രോഹികളുമായും ക്രിമിനൽ വാസനയുള്ളവരുമായി ഒരു സന്ധിയും ചെയ്യാതെ മുന്നോട്ട് പോകുന്ന ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു, ഈ രണ്ട് വിഷയത്തിലും, അഴിമതിയുടെ കാര്യത്തിൽ റിപ്പോർട്ടർ കൊള്ളയെ സംബന്ധിച്ചും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബന്ധത്തെ സംബന്ധിച്ചും CBI അന്വേഷണം നടക്കണം. വന്ദേ മാതരം നാളെ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്ന സമയത്ത് വന്ദേ മാതരം ആദ്യ അവസാനം പാടാൻ പിന്നെ ഇവിടുത്തെ വി.ഡി. സതീശൻ തയ്യാറാവണം. അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കുമെന്ന് വി.ഡി. സതീശനെ ഓർമ്മിപ്പിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുക.